രാജ്യത്തും ലോകത്തുമെല്ലാം ഇസ്ലാമോഫോബിയും മുസ്ലിം വിരോധവുമെല്ലാം ശക്തിപ്പെടുന്ന വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. പക്ഷേ വെറുപ്പിനെ വെറുപ്പ് കൊണ്ടല്ല നേരിടേണ്ടത്, തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കാനാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. വലാ തസ്തവിൽ ഹസനതു വലസ്സയ്യിഅ ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ. നന്മയും തിന്മയും തുല്യമാവുകയില്ല. തിന്മയെ നിങ്ങൾ ഏറ്റവും നല്ല നന്മ കൊണ്ടാണ് പ്രതിരോധിക്കേണ്ടത്. അങ്ങനെ തിന്മയെ വെറുപ്പിനെ സ്നേഹം കൊണ്ട് പ്രതിരോധിക്കാൻ നിങ്ങൾക്ക് സാധ്യമായാൽ അവിടെ ഖുർആൻ പറയാണ് ഫൈദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. നിങ്ങൾക്കും നിങ്ങളോട് വിരോധമുള്ള ആളുകൾക്കുമിടയിൽ എന്തെന്നില്ലാത്ത മൈത്രി ബന്ധം രൂപപ്പെടുന്നതാണ്. വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറു വമാ യുലഖാഹാ ഇല്ലാ ദു ഹല്ലിൻ അലീം. പക്ഷേ ക്ഷമാലുക്കളായ ആളുകൾക്ക് മാത്രമേ, മഹത്തായ ഭാഗ്യം ഉടയവരായ ആളുകൾക്ക് മാത്രമേ ആ സമീപനം സ്വീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഏത് സമീപനം? തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക എന്ന ഏറ്റവും ഉന്നതമായ സ്വഭാവം നിലനിർത്താൻ കഴിയണമെങ്കിൽ ക്ഷമാലുക്കളാവണം. പക്ഷേ അത് നിലനിർത്തി കഴിഞ്ഞാൽ ലോകത്തെ ശത്രുത, പരസ്പരമുള്ള ശത്രുത അവസാനിക്കുകയാണ് മനുഷ്യർക്കിടയിൽ. സഹോദരങ്ങളെ, നിങ്ങൾക്കും നിങ്ങളോട് വിരോധമുള്ള ആളുകൾക്കുമിടയിൽ എന്തെന്നില്ലാത്ത മൈത്രി ബന്ധം തിന്മയെ നന്മയിൽ കൊണ്ട് പ്രതിരോധിക്കുന്നതിലൂടെ സാധ്യമാവുമെന്ന് ഖുർആൻ പറയാണ്. സഹോദരങ്ങളെ, ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ച ജനകോടികൾക്ക് ഇസ്ലാമിന്റെ യഥാർത്ഥ ചൈതന്യം അനുഭവിക്കാൻ പര്യാപ്തമാവുന്ന രീതിയിലുള്ള ഉന്നതമായ പെരുമാറ്റം കാഴ്ചവെക്കാൻ നമുക്ക് സാധ്യമാവുക എന്നുള്ളതാണ് പ്രധാനം. 2020 ലോകത്തോട് വിട പറഞ്ഞ ഒരു വലിയ മനുഷ്യനുണ്ടായിരുന്നു, ഒരു ബുദ്ധിജീവി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് മുറാദ് ഹോഫ്മാൻ എന്നാണ്. ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു ജർമ്മൻ നയതന്ത്രജ്ഞനായിരുന്നു മുറാദ് ഹോഫ്മാൻ. അൾജീരിയയിലെ ജീവിതകാലത്തുണ്ടായ അനുഭവങ്ങളാണ് ഇസ്ലാമിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണകൾ നീക്കിയത്. സഹോദരങ്ങളെ, അൾജീരിയയിലായിരിക്കെ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് രോഗമായി. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ആരുമില്ല. വലിയ ആളാണ്, പക്ഷേ അദ്ദേഹത്തെ സഹായിക്കാൻ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായ ആളുകളൊന്നും മുന്നോട്ട് വരുന്നില്ല. അപ്പോഴാണ് ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ മുന്നോട്ട് വന്നുകൊണ്ട് ആ മുസ്ലിം ചെറുപ്പക്കാരന്റെ വാഹനത്തിൽ തന്നെ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ഭാര്യയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഡോക്ടർ ഭാര്യയെ പരിശോധിച്ചതിന് ശേഷം ഡോക്ടർ പറഞ്ഞു, രക്തം വേണം, അടിയന്തരമായിട്ട് രക്തം വേണം. അന്യദേശത്ത് നിന്ന് വന്ന് ഇവിടെ താമസിക്കുന്ന എനിക്ക് ആര് രക്തം നൽകാനാണ്? ഇവിടെ ഈ അൾജീരിയയിൽ എനിക്ക് ആര് രക്തം നൽകാനാണ്? അപ്പോഴാണ് അദ്ദേഹത്തെ വാഹനത്തിൽ അങ്ങോട്ട് ആശുപത്രിയിലേക്ക് എത്തിച്ച മുസ്ലിം ചെറുപ്പക്കാരൻ രക്തം നൽകുന്നത്. പ്രത്യുപകാരമായിട്ട് വല്ലതും നൽകേണ്ടി വരുമെന്ന് അദ്ദേഹം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് എന്തെങ്കിലും വേണോ എന്ന് അദ്ദേഹം ചോദിച്ചത്. പക്ഷേ ആ രക്തം നൽകിയ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇല്ല, ഇതെന്റെ മാനവികമായ ബാധ്യതയാണ്. നിങ്ങളുടെ അയൽക്കാരൻ എന്ന നിലയ്ക്ക് എന്റെ ബാധ്യതയാണ്. ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് എന്റെ ദീനീ ബാധ്യത കൂടിയാണിത് എന്ന് പറയാണ്. സഹോദരങ്ങളെ, ഇതുപോലുള്ള നല്ല നല്ല ഒരുപാട് അനുഭവങ്ങൾ അൾജീരിയയിൽ വെച്ച് മുറാദ് ഹോഫ്മാൻ എന്ന് പറയുന്ന ഈ ബുദ്ധിജീവി, അതല്ലെങ്കിൽ ആ ജർമ്മൻ അംബാസഡർ അനുഭവിച്ചപ്പോ ആ നല്ല നല്ല അനുഭവങ്ങളായിരുന്നു ഇസ്ലാമിന്റെ ശാന്തിയുടെ, സമാധാനത്തിന്റെ, സ്നേഹത്തിന്റെ, സൗഹൃദത്തിന്റെ തീരത്തേക്ക് അണയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സഹോദരങ്ങളെ, വേറൊരു സംഭവം പറയുന്നുണ്ട്. സൗദി ഗ്രന്ഥകാരനായ ഡോക്ടർ മുഹമ്മദ് അൽ അരീബി പറയുന്ന ഒരു സംഭവമുണ്ട്. അദ്ദേഹം പറയാണ്, ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ പഠനാവശ്യാർത്ഥം ജർമ്മനിയിലേക്ക് പോയി. അവിടെ ഒരു ഫ്ളാറ്റിൽ താമസിച്ചു കൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ജർമ്മൻ യുവാവ് താമസിക്കുന്നുണ്ട്. ജർമ്മൻ യുവാവും ഇയാളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എപ്പോഴെങ്കിലും ജർമ്മൻ യുവാവ് ഈ മുസ്ലിം ചെറുപ്പക്കാരനെ കാണുമ്പോൾ വളരെ ദേഷ്യത്തോടു കൂടി മുഖം കൂർപ്പിച്ചുകൊണ്ട് നോക്കുകയാണ്. അദ്ദേഹത്തിന് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണയാകാം അങ്ങനെ നോക്കാനും ഇടപഴകാനും അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ്. ഈ ജർമ്മൻ യുവാവ് ഏതാണെങ്കിലും 2-3 മാസത്തേക്ക് അവിടം വിട്ടു പോവുകയാണ്. അയൽവാസിയായിട്ട് തൊട്ടടുത്ത ഫ്ളാറ്റിൽ താമസിക്കുന്ന ആ ജർമ്മൻ യുവാവ് നാട് വിട്ടു പോവുകയാണ്. 3 മാസത്തേക്ക് യാത്ര പോവുകയാണ്, ടൂർ പോവുകയാണ്. അറിയിച്ചിട്ടൊന്നുമില്ല. അദ്ദേഹം പോയി. പക്ഷെ അദ്ദേഹത്തിന്റെ വീടിന്റെ മുറ്റത്ത് എപ്പോഴും പത്രം വരുന്നുണ്ട്. ഈ പത്രങ്ങൾ ഇങ്ങനെ ചിന്നിച്ചെതറി കിടക്കാൻ പാടില്ല. ആ ജർമ്മൻ യുവാവ് തിരിച്ചു വരുമ്പോ അദ്ദേഹത്തിന് ഇത് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ ഇത് ക്രമീകരിച്ചു വെക്കണം. ഈ പത്രങ്ങളെല്ലാം ക്രമീകരിച്ചു വെക്കുകയാണ് ഈ സൗദി ചെറുപ്പക്കാരൻ. പത്രങ്ങളെല്ലാം ക്രമീകരിച്ചു. 3 മാസം കഴിഞ്ഞപ്പോ ആ ജർമ്മൻ യുവാവ് തിരിച്ചെത്തിയപ്പോ അഭിവാദ്യം ചെയ്തുകൊണ്ട് ആ യുവാവിന്റെ അടുക്കലേക്ക് സൗദി ചെറുപ്പക്കാരൻ ചെല്ലുന്നുണ്ട്. എന്നിട്ട് ചെന്നുകൊണ്ട് അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുന്നു എന്ന് മാത്രമല്ല, ഈ പത്രക്കെട്ടുകൾ വളരെ ക്രമത്തിൽ ഓരോ ദിവസവും വന്ന പത്രങ്ങൾ അതിന്റേതായ സ്ഥാനത്ത് തന്നെ വെച്ചുകൊണ്ട് ആ ജർമ്മൻ ചെറുപ്പക്കാരനെ ഏൽപ്പിക്കുകയാണ്. ഉടൻ തന്നെ ജർമ്മൻ യുവാവ് അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ കൈയിട്ടുകൊണ്ട്, നിങ്ങൾ വല്ലതും പ്രതീക്ഷിച്ചാണോ ഇത് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ഇദ്ദേഹം പറയാണ്, അല്ല, നിങ്ങൾ എന്റെ അയൽക്കാരനാണ്.
അയൽക്കാരൻ എന്ന നിലയ്ക്ക് എന്റെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾക്ക് വരുന്ന പത്രങ്ങൾ, നിങ്ങൾക്ക് വരുന്ന പീരിയഡിക്കൽസുകൾ അത് നഷ്ടപ്പെടാതെ സൂക്ഷിച്ചു വെക്കുക എന്ന് പറയുന്നത് അയൽവാസി എന്ന നിലയ്ക്ക് എന്റെ ഉത്തരവാദിത്തമായിട്ടാണ് എന്റെ ദീൻ, എന്റെ മതം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ പാഠമാണ് ഞാൻ ഇതിലൂടെ പ്രാവർത്തികമാക്കുന്ന സഹോദരങ്ങളെ. അതുവരെ വല്ലാത്ത ശത്രുതയും വിരോധവുമായിരുന്നു ഈ രണ്ട് ചെറുപ്പക്കാരും തമ്മിൽ. പക്ഷേ ഈ പെരുമാറ്റത്തോടെ, ഈ അനുഭവം ആ ജർമ്മൻ യുവാവിന് ലഭിച്ചതോടുകൂടി ആ ശത്രുതയെല്ലാം നീങ്ങിയെന്ന് മാത്രമല്ല, ഏറ്റവും വലിയ ആത്മസുഹൃത്തുക്കളായിട്ട് ഇവർ രണ്ടുപേരും മാറി എന്നാണ് സഹോദരങ്ങളെ ഡോക്ടർ അബ്ദുറഹ്മാൻ അരീഫി എന്ന് പറയുന്ന ഗ്രന്ഥകാരൻ പറയുന്ന. സഹോദരങ്ങളെ, സഹോദരിമാരെ, അതുകൊണ്ട് ആ ഒരു അനുഭവം നൽകുക ജനങ്ങൾക്ക്, ലോകത്തിന്, വിശ്വാസികൾക്ക് ആ രീതിയിലുള്ള അനുഭവങ്ങൾ നൽകാൻ സാധിക്കണം. വിശ്വാസികളുടെ സ്നേഹവും ഗുണകാംക്ഷയും ജനങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുമ്പോഴാണ് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും സംബന്ധിച്ച തെറ്റിദ്ധാരണകൾ ലോകത്തിൽ നിന്ന് നീങ്ങുന്നത്. ആൾക്കൂട്ട കൊലപാതകങ്ങളുടെയും സഹോദരങ്ങളെ, ആൾക്കൂട്ട കൊലപാതകങ്ങളുടെയും വംശീയാക്രമങ്ങളുടെയും എല്ലാം വാർത്തകൾ നമ്മുടെ രാജ്യത്തിൽ നിന്നും നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ നിരാശപ്പെടേണ്ടതില്ല, നമ്മൾ ദുഃഖിതരാവേണ്ടതില്ല. അക്രമങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടാൻ നമ്മുടെ നാട്ടിലെ സഹോദര സമുദായാംഗങ്ങൾ തന്നെ മുന്നോട്ട് വരുന്ന ചില വാർത്തകളും അതോടൊപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ജനുവരി 26-ന് ഉത്തരാഖണ്ഡിൽ നിന്ന് കേട്ട ഒരു വാർത്ത മതനിരപേക്ഷ നിലപാടുകാർക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന വാർത്തയാണ്. ദീപക് കുമാർ എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരൻ തന്റെ സുഹൃത്തിന്റെ കടയിലിരിക്കുമ്പോഴാണ് തൊട്ടടുത്ത കടയിൽ നിന്ന് ഒച്ചയും ബഹളവുമെല്ലാം കേൾക്കുന്നത്. വക്കീൽ അഹമ്മദ് എന്ന പേരുള്ള ഒരു വൃദ്ധൻ ബാബ എന്ന പേരിൽ 30 വർഷമായി ഒരു കട നടത്തുന്നുണ്ട്. ആ കടയുടെ പേര് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സംഘം വന്ന് അഹമ്മദിനെ ഭീഷണിപ്പെടുത്തുകയാണ്. ഈ രംഗം കണ്ട് നിശബ്ദനാവാൻ ദീപക് കുമാറിന് സാധ്യമായില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ധർമ്മബോധം അദ്ദേഹത്തെ അതിന് അനുവദിച്ചില്ല. 30 വർഷത്തെ പഴക്കമുള്ള അഹമ്മദിന്റെ കടയുടെ പേര് നിങ്ങൾക്ക് മാറ്റണമല്ലേ എന്ന് ഭീഷണിപ്പെടുത്തുന്ന ആ സംഘത്തോട് ദീപക് കുമാർ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ദീപക് കുമാർ ചോദിക്കുമ്പോ കൂട്ടത്തിൽ ഒരാൾ അദ്ദേഹത്തോട് ചോദിച്ചു വന്ന, നിങ്ങൾ ആരാ, നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിക്കുമ്പോഴാണ് ദീപക് കുമാർ പറഞ്ഞത്, എന്റെ പേര് മുഹമ്മദ് ദീപക് ആണ്. സഹോദരങ്ങളെ, ഒരു മനുഷ്യനെയും അയാളുടെ മതത്തിന്റെ പേരിൽ മാറ്റി നിർത്താൻ പാടില്ല എന്നുള്ളതാണ്. ഒരു മനുഷ്യനെയും അയാളുടെ മതത്തിന്റെ പേരിൽ ഭീഷണിപ്പെടുത്തുന്നത് നോക്കി നിൽക്കാൻ തയ്യാറാവാത്ത എത്രയോ ദീപക് കുമാറുമാർ നമ്മുടെ നാട്ടിൽ നമ്മുടെ സഹോദര സമുദായാംഗങ്ങളായിട്ട് ജീവിച്ചിരിപ്പുണ്ട്, നമ്മുടെ കൂടെ ജീവിക്കുന്നുണ്ട് എന്ന ബോധത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകണം. അത്തരം സുമനസ്സുകളിലാണ് അല്ലാഹുവിന്റെ പ്രതീക്ഷയോടൊപ്പം തന്നെ നമ്മുടെ പ്രതീക്ഷയുണ്ടാവേണ്ടത്. അവരാണ് രാജ്യത്തിന്റെ ശക്തിയും മതനിരപേക്ഷതയുടെ പ്രതീക്ഷയും എന്ന് പറയുന്നത്. താൻ ഒരു ഇന്ത്യക്കാരനാണെന്നും നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണെന്നും വ്യക്തമാക്കാൻ വേണ്ടിയായിരുന്നു മുഹമ്മദ് ദീപക്കാണ് തന്റെ പേരെന്ന് ആ വലിയ മനുഷ്യൻ പറഞ്ഞത്, ആ വലിയ മനസ്സിന്റെ ഉടമയായ മനുഷ്യൻ പറഞ്ഞത്. ഇത്തരം സുമനസ്സുകൾ ഉള്ളിടത്തോളം കാലം ഒരു തരത്തിലുള്ള വർഗീയതയ്ക്കും നമ്മുടെ നാടിന്റെ സൗഹൃദത്തെ നശിപ്പിക്കാൻ കഴിയില്ല എന്ന് കൃത്യമായും വ്യക്തമായും മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പരസ്പരം സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ, കുടുംബങ്ങൾക്കിടയിൽ, രക്തബന്ധുക്കൾക്കിടയിൽ, അയൽക്കാർക്കിടയിൽ ജാതി മത കക്ഷി രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ ആളുകൾക്കിടയിൽ പരസ്പരം സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ നമുക്ക് സാധിക്കണം. ആ പരസ്പര സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും സന്ദേശം തന്നെയാണ് പെരുന്നാൾ എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനൂ, നിങ്ങൾ വിശ്വാസികളാവുന്നത് വരെ നിങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. യഥാർത്ഥ കളങ്കമില്ലാത്ത, നിഷ്കളങ്കമായ, ചാഞ്ചാട്ടമില്ലാത്ത വിശ്വാസത്തിന്റെ, നിസ്വാർത്ഥമായ വിശ്വാസത്തിന്റെ ഉടമകളായി നിങ്ങൾ മാറുന്നത് വരെ നിങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. എന്നാൽ അത് മാത്രമല്ല റസൂൽ പറഞ്ഞത്, വലാ തുഅ്മിനൂ ഹത്താ തഹബ്ബൂ, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ വിശ്വാസികളായി മാറുന്നില്ല. മനുഷ്യരെ സ്നേഹിക്കാൻ, മുഴുവൻ മനുഷ്യരെയും സ്നേഹിക്കുവാൻ, യാതൊരു ഉപാധികളുമില്ലാതെ മനുഷ്യരെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് സാധിക്കണമെന്നാ പ്രവാചകൻ പറഞ്ഞത്. അവലാ അദുല്ലുക്കും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബത്തും, ഞാൻ നിങ്ങൾക്കൊരു കാര്യം അറിയിച്ചു തരട്ടെ, ആ കാര്യം നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കിടയിൽ പരസ്പര സ്നേഹം ശക്തിപ്പെടും. ഏതാണത് കാര്യം? ഏതാണ് കാര്യം? അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ നിങ്ങൾ സലാം പ്രചരിപ്പിക്കണേ. അസ്സലാമു അലൈക്കും, എല്ലാവരോടും
നിങ്ങൾ അറിയുന്നവരും അറിയാത്തവരുമായ മുഴുവൻ ആളുകളോടും, ആളുകൾക്ക് അതിന്റെ അർത്ഥമറിയില്ലെങ്കിൽ അർത്ഥമറിയാത്തവരോട് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കണ്ട. പക്ഷേ അറിയുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക, അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ. നീ പറഞ്ഞാലും കുഴപ്പമില്ല, അതിന്റെ അർത്ഥം ഇതാണെന്ന് പറയാ. അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ, ലോകത്തിന് സമാധാനം ഉണ്ടാവട്ടെ, മനസ്സിന് സമാധാനം, കുടുംബത്തിന് സമാധാനം, ലോകത്തിന് സമാധാനം. ഇതാണ് സഹോദരങ്ങളെ അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ. ഇത് തന്നെയാണ് സൗഹൃദത്തോടൊപ്പം സ്നേഹത്തോടൊപ്പം പെരുന്നാളിന്റെ സന്ദേശം സമാധാനത്തിന്റെ സന്ദേശം കൂടിയാണെന്ന് മനസ്സിലാക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധ്യമാവണം.